ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വടകര ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം വെള്ളിക്കുളങ്ങര LP സ്കൂളിൽ നടന്നു. CK നാണു MLAയുടെ അധ്യക്ഷതയിൽ കൃഷിമന്ത്രി KP മോഹനൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാവുന്ന ചില അത്യാഹിതം ഉണ്ടാകുമ്പോൾ പശുക്കളൊക്കെ മരണപ്പെടുമ്പോൾ അവർക്ക് കോമ്പൻസേഷൻ ലഭിക്കുന്നില്ല, ഇൻഷുറൻസ് പരിരക്ഷയില്ല, ഇതൊക്കെ തന്നെയുണ്ട്. എല്ലാത്തിനും ഇൻഷുർ ചെയ്തുകൊണ്ട് ഇൻഷുർ പരിരക്ഷ അടക്കം ഉള്ള പദ്ധതിക്കാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ ക്ഷീര കർഷകരും രജിസ്റ്റർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇത്തരം ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കുകയുള്ളൂ. അത് പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നതാണ് എനിക്ക് കർഷകരോടൊക്കെ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത്, മറ്റുള്ളവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിൽക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രൂപത്തിലേക്ക് വന്നിരിക്കും. അങ്ങനെ ഒട്ടേറെ പദ്ധതികളുമായിട്ട് മൃഗസംരക്ഷണ വകുപ്പ് മുന്നോട്ട് പോകുമ്പോൾ അതിനനുസൃതമായ പ്രവർത്തനവുമായിട്ടാണ് ക്ഷീരവകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ടുള്ള സമഗ്രമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ക്ഷീരമേഖലയിൽ കൂടുതൽ ഉൽപാദനം ഉണ്ടാവാനും ക്ഷീരമേഖലയിലുള്ള പാവപ്പെട്ട ക്ഷീര കർഷകരെ സഹായിക്കാനുമുള്ള ഒട്ടേറെ പദ്ധതികൾക്ക് രൂപം കൊടുത്തിരിക്കാം. ചടങ്ങിൽ CK നാണു MLA അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജോഷി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്ന ക്ഷീരസംഘത്തിനുള്ള അവാർഡ് ദാനം നഗരസഭാ ചെയർപേഴ്സൺ PP രഞ്ജിനി നിർവഹിച്ചു. ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ജയരാജൻ, ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അബൂബക്കർ, അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമർ, ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലംബ്രത്ത് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ P ഗംഗാധരൻ സ്വാഗതവും PS ശശികുമാർ നന്ദിയും പറഞ്ഞു.